Good morning all. We welcome you all to the online Onam celebration of Montfort School Anakara for the 21-22 academic year. നമസ്കാരം. 2021-22 അണക്കര മോൺഫോർട്ട് സ്കൂളിന്റെ ഓൺലൈൻ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തുമ്പപ്പൂവിന്റെ വെണ്മയുള്ള നല്ല സൗഹൃദങ്ങൾ, ഓണനിലാവിന്റെ ചന്തമുള്ള സ്വപ്നങ്ങൾ, ഗ്രാമവിശുദ്ധിയുടെ സുഖമുള്ള ഓർമ്മകൾ ഇവയെല്ലാം ചേർത്ത് വെക്കുവാനായി ഒരു ഓണക്കാലം കൂടെ വരവായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ ആഘോഷ നാളുകളിൽ നമ്മുടെ മനസ്സിലെ തിന്മകളെ നീക്കി നമുക്ക് നന്മകളെ വരവേൽക്കാം. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ഒരു പ്രാർത്ഥന ഗാനത്തോടെ ആരംഭിക്കാം. അതിനായി ആൻ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉയരനാഥനേ ഉലകിന്നാദിയേ ഇരുളൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയരനാഥനേ ഉലകിന്നാദിയേ ഇരുളൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴകാഴത്തിൽ നീന്താം നീ എന്ന നാമം പൊരുളേ. നിന്റെ ഉൾപാതയിൽ ഉൾപൂതി തൂകിടുന്നു നിന്റെ കണ്ണീർ കരം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയരനാഥനേ ഉലകിന്നാദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഞാനെന്നൊരു ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ഉറവേ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കുറയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലെന്നിൽ തോന്നുന്നിതാ. നെഞ്ചു നീറിടുമ്പോഴും എൻ്റെ താളമായി നീ. ആലംബമെന്നും അഴകാഴത്തിൽ നീന്താം നീ എന്ന നാമം പൊരുളേ. നിന്റെ ഉൾപാതയിൽ ഉൾപൂതി തൂകിടുന്നു എന്റെ കണ്ണീർ കരം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയരനാഥനേ ഉലകിന്നാദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയരനാഥനേ I would like to invite
Ivana Rosiji, to officially welcome all the members of the Montfortin family who are with us for the online Onam celebration. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ഈ വരികൾ ഒരിക്കൽ പോലും ഒന്ന് മൂളി നോക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. പൂക്കളും പൂവിളികളുമായി മഹാബലി തമ്പുരാനെ വരവേൽക്കുവാൻ മലയാളി മനസ്സുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഓണം എന്നത് കേരളത്തിന്റെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ്. അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ അല്ല, മറിച്ച് പരസ്പര സ്നേഹത്തിന്റെയാണ്. ധനവാനെന്നോ ദരിദ്രനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ പ്രജകളെ ഒന്നായി കണ്ടൊരു പ്രജാതൽപരനായിരുന്ന ഭരണാധികാരിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട്ടിലെങ്ങും സന്തോഷവും ഐശ്വര്യവും വിളയാടിയിരുന്നു. കാലം മാറി ദുരിതങ്ങൾ ഓരോന്നായി കേരളക്കരയിലേക്ക് ആഞ്ഞടിച്ചപ്പോഴും ഒത്തൊരുമയുടെ പാഠങ്ങൾ കേരളം ലോകത്തെ പഠിപ്പിച്ചു. എന്നാൽ കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ കഴിഞ്ഞ വർഷം ഓണം ആഘോഷിച്ച് നമ്മൾക്ക് ഇത്തവണയും ആ ഭീതിയിൽ നിന്ന് മുക്തരാകാൻ സാധിച്ചിട്ടില്ല. പ്രതികൂല സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. I take the privilege of welcoming our dear principal, who is our mentor, guide and support. Your endless care and support prove that you are a great leader. We are really blessed to have a principal like you. With a thankful heart, we welcome you, brother. I also take this opportunity to welcome our Vice Principal, Mrs. Regina Fenn, who significantly contributes her better part in making every occasion of school glorious. Welcome, ma'am. A teacher takes our hand, opens our mind and touches our heart. I honorably welcome all beloved teachers without whom we were nothing. Welcome, dear teachers. I also welcome all the brothers of the province to this program. Welcome, dear brothers. I cordially welcome all beloved parents with immense pleasure on behalf of our family. We do cherish your support and collaboration in all endeavors of our family. Welcome, dear parents. Last but not the least, I welcome all fellow Montfortians to this auspicious occasion of our Onam program. പുതിയ പ്രതീക്ഷകളാണ് ഓരോ ഓണക്കാലവും നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ടും നിങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Ivana. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കുട്ടികൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥയാണ്. പാട്ടുപാടിയും നൃത്തം ചെയ്തും കൂട്ടുകാർക്കൊപ്പം മാർത്തുല്ലസിച്ച് കഴിയേണ്ട ഈ ബാല്യ കൗമാര കാലമാണ് ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. പലതരം സർഗവാസനകളുടെ കലവറയാണ് കുട്ടികൾ. അവ പ്രകടിപ്പിക്കുവാനായി ഇതുപോലുള്ള വേദികൾ അവർക്കൊരു ആശ്വാസമാണ്. ഇതാ ചടുലമായ നൃത്തച്ചുവടുകളുമായി അലിൻഡ രാജേഷ്. ഇട നെഞ്ചിലിരുന്ന
നമിത രാജേഷ്. Now I invite Mr. Romi, our Malayalam Pandit, to deliver the Onam message. നമസ്കാരം. അസുരമായ ഒരു കെട്ട കാലത്താണ് 2021 ഈ ഓണക്കാലത്ത് നാം ഒത്തുചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2020 ഓണക്കാലം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് കൊറോണ മൂലം ബാധിതരായത് ലോകത്ത് 10 ലക്ഷം ആൾക്കാർ മാത്രമായിരുന്നു. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ 2021 ഏതാണ്ട് ഒരു വർഷത്തിനിപ്പുറം നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ ലോകത്താകമാനം 21 കോടി ആൾക്കാർ രോഗബാധിതരായി. ഏതാണ്ട് 45 ലക്ഷത്തോളം ആൾക്കാർ കൊറോണ മൂലം ഔദ്യോഗികമായി മരണപ്പെട്ടു. ലോകത്താകമാനം ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഒരുപക്ഷെ വാക്സിനൊക്കെ ഒരു ആശ്വാസം മുമ്പിലുണ്ട് എന്നത് മാത്രം. അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ ഭീകരത ഇനി ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോക്കൂ, കൊറോണ മാത്രമല്ല പ്രശ്നങ്ങൾ. നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ ശാന്തമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനമുണ്ടോ എന്നതും ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരു വഴിക്ക്, കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥകൾ മറ്റൊരു വഴിക്ക്, അതുകൂടാതെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ. നോക്കൂ, മ്യാൻമറിനെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഗാസയിലെ വെടിനിർത്തൽ ഒരു ചെറിയ ആശ്വാസം മാത്രമേ ഉള്ളൂ. നോക്കൂ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളൊക്കെ അവർ ആഭ്യന്തര പ്രശ്നങ്ങളാൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ കണ്ടു അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം 20 വർഷത്തെ അമേരിക്കൻ ഭരണം അവസാനിപ്പിച്ച് സൈന്യം വിടവാങ്ങിയപ്പോൾ താലിബാൻ എന്ന് പറയുന്ന ക്രൂരമായ രാഷ്ട്ര സംവിധാനം അതിൻ്റെ ഭരണത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. സ്ത്രീകളുടെ കണങ്കാലുകൾക്ക് നേരെയും ഉയർന്നു പൊങ്ങുന്ന ദുപ്പട്ടകൾക്ക് നേരെയും വെടിവെക്കുന്ന താലിബാനിസം തിരിച്ചു വന്നു കഴിഞ്ഞു. നോക്കൂ, ലോകത്താകമാനം അശാന്തിയുടെയും ഒരു പേടിപ്പിക്കലിൻ്റെ ഒരു അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് മലയാളികൾ സമാധാനത്തിൻ്റെ ദൂതുമായി ഓണം ആഘോഷിക്കുന്നത്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം ഈ കേരളത്തിൽ ജനിച്ചതിന്, ഈ മലയാള മണ്ണിൽ ജീവിക്കാൻ കഴിഞ്ഞതിന്, ഈ മാവേലി നാട്ടിൽ ആഘോഷിക്കാൻ കഴിഞ്ഞതിന്. നമുക്ക് ഈ ഓണക്കാലം കരുതലിൻ്റെ പാഠമാവണം. പൂക്കളമിട്ട് ഊഞ്ഞാലാടി സദ്യയുണ്ട്, പുത്തൻ കോടിമുണ്ടൊക്കെ ഉടുത്ത് പണ്ട് ആഘോഷിച്ചിരുന്ന ആ ഓണത്തിൻ്റെ പകിട്ടും തനിമയൊക്കെ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇല്ലെന്ന് തന്നെ വേണം പറയാം. കാരണം ഇന്നത്തെ ഓണം നമുക്ക് ആരൊക്കെയോ സ്പോൺസർ ചെയ്യുകയാണല്ലോ. ഈ ഓണക്കാലം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏതൊക്കെയോ കമ്പനികളാണ്. അങ്ങനെ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു നോക്കാം. നമ്മുടെ കുടുംബചിത്രങ്ങളിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? ആ കാലം നമ്മൾ എങ്ങനെയാണ് കുടുംബചിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നത് എന്നൊരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. നമുക്ക് ഈ ഓൺലൈൻ പഠനകാലം, വിദ്യാഭ്യാസകാലം, 1.5 വർഷമായി ആരംഭിച്ച ഈ ഓൺലൈൻ പഠനകാലവും ഒക്കെ കുട്ടികൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ അളവ് പറയാൻ പോലും അറിയില്ല. ഏതാണ്ട് 150ഓളം കുട്ടികളാണ് കേരളത്തിൽ ഈ 1.5 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തത്. ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നോക്കൂ, കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയും ചതുര സ്ക്രീനിലേക്ക് ഒതുങ്ങിപ്പോകുന്ന കൗമാരങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ, ചെന്നെത്തുന്ന അബദ്ധങ്ങൾ ഒക്കെയും ലോകം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. സ്ത്രീധന പീഡനങ്ങൾ ഒരു വഴിക്ക്, ആത്മഹത്യയിൽ മറ്റൊരു വഴിക്ക്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആ നന്മകളും പകിട്ടുമൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ. തിരിച്ചു പിടിക്കണം അവയെ ഈ ഓണക്കാലത്ത്. കാരണം കരുതലിൻ്റെ പാഠമാണ് ഓണക്കാലം നമുക്ക് നൽകുന്നത്. ചേർത്ത് പിടിക്കലിൻ്റെ പാഠമാണ് ഓണക്കാലം നൽകുന്നത്. പങ്കുവെക്കലിൻ്റെ പാഠമാണ് ഓണക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. നോക്കൂ, തേടി വന്നവനെ, യാചിച്ച് വന്നവന് സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്ത, ബലിയായി കൊടുത്ത മഹാബലിയുടെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. യാചിച്ചു വരുന്നവന്, ചോദിച്ചു വരുന്നവന് നിറയെ കൊടുക്കുന്ന മലയാളി മനസ്സാണ് അവിടെ കാണുന്നത്. കള്ളമില്ലാത്ത, ചതിവില്ലാത്ത, വെളിവചനങ്ങളില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത ഓണക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയതല്ലാതെ അതിലൊക്കെ നമ്മൾ ഇപ്പോൾ പുലർത്തുന്ന മര്യാദകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. ഈ ഓണക്കാലം ചേർത്ത് പിടിക്കേണ്ടതാവട്ടെ, കരുതലിൻ്റെതാവട്ടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കലാവട്ടെ. ഒരുമിച്ചിരുന്ന് നമുക്ക് സദ്യ ഉണ്ണാം, ഒരുമിച്ച് പായസം വയ്ക്കാം,
ഒരാൾ പപ്പടം കാച്ചുമ്പോൾ ഒരാൾക്ക് പൂക്കളം ഇടാമല്ലോ, ഒരാൾക്ക് പായസം വയ്ക്കാമല്ലോ, ഒരാൾക്ക് കറക്കരിയാമല്ലോ. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ജീവിതം ഈ കൊറോണക്കാൾ നമ്മളെ പഠിപ്പിച്ചത് തന്നെയാണ്. പുറത്തുള്ള ആഹാരത്തെക്കാൾ മധുരതരമായതും സ്വാദിഷ്ടമായതും നമ്മുടെ കുടുംബത്തിലെ ഭക്ഷണമാണ് നമ്മൾ തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കാം, ഒന്നുകൂടെ ഉണർത്തിയെടുക്കാം. ഒരു പൂവിളി പോലെ പൂവിളി ഉയരുമ്പോൾ, മലയാളി മനസ്സുകളിൽ പൂവിളി ഉയരുമ്പോൾ ചേർത്ത് പിടിക്കലിൻ്റെയും അതിജീവനത്തിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ നമുക്ക് പഠിക്കാം. സ്നേഹമാവട്ടെ നമ്മളുടെ മുദ്രാവാക്യം, കരുതലാവട്ടെ നമ്മളുടെ ശാസ്ത്രം. ഈ ഓണക്കാലം എല്ലാ മലയാളികളും ലോകത്തെമ്പാടും ആഘോഷിക്കുമ്പോൾ നമ്മുടെ മോൺഫോർട്ട് കുടുംബം നമുക്ക് പങ്കുചേരാം. നമ്മുടെ വിശാലമായ കളിമുറ്റങ്ങളിൽ ഊഞ്ഞാലാടി വടം വലിച്ച് നമ്മൾ സ്വന്തമാക്കിയ ആ ഓണക്കാലം എന്തായാലും കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്കില്ല. ഇനി ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ജീവിച്ചിരിക്കുന്ന ഇത്തിരി നേരത്ത് ഈ ഇച്ചിരി പിടിയോളം ഭൂമിയുടെ ഇച്ചിരി പിടിയോളം സ്വന്തമാക്കി നമ്മൾ അതിന് എല്ലാവിധ നന്മകളോട് ജീവിക്കാം, കരുതാം, സ്നേഹിക്കാം, അയൽക്കാരനെ ചേർത്ത് പിടിക്കാം, അവൻ്റെ ആകൃതികളിൽ അവരുടെ കൂട്ടായിരിക്കാം. നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്മയാളുള്ളതാകട്ടെ. നമ്മുടെ ഈ കൊറോണ കാലം, കോവിഡ് കാലമൊക്കെ അതിജീവനത്തിൻ്റെയും സഹനത്തിൻ്റെയും വലിയ പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും, എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ജോസഫ് തോമസിനും, വൈസ് പ്രിൻസിപ്പൽ രചന മിസ്സിനും, മറ്റ് എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും, എൻ്റെ അനധ്യാപകർക്കും, അനധ്യാപക സുഹൃത്തുക്കൾക്കും, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും 1000 നന്മയുടെ ഓണക്കാലം ഞാൻ ആശംസിക്കുകയാണ്. ഈ ഓണക്കാലം സമൃദ്ധമാവട്ടെ, സ്നേഹത്തിൻ്റെതാവട്ടെ, നന്മകളുടേതാവട്ടെ, എല്ലാവിധമായ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ ഓണക്കാലം ആശംസിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട്, ഈ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളിന് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ഓണക്കാലം സമൃദ്ധമായി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. Thank you, sir. That was very thought-provoking and comforting. Music heals. Music entertains. Music takes us to heaven. Here comes Binita Joseph and friends with a melodious group song. Bye.
till tickling my eardrums. Keep it up. ഓണവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നു. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണ നാളിൽ മഹാബലി നാട് കാണാൻ വരുന്നു എന്നാണ് സങ്കല്പം. അന്നും ഇന്നും മലയാളികളുടെ ഉള്ളിൽ ഈ സങ്കല്പം മുട്ടിട്ട് നിൽക്കുന്നു. ദിയ മനോജ് നമുക്ക് നൽകുന്ന ഓണ സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നറുമണം നിറയ്ക്കുന്ന ഓണനാളുകൾ വന്നെത്തി. ഓണം മലയാള സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ഓണോത്സവ ആഘോഷങ്ങളെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇന്നിന്റെ ഓണാഘോഷങ്ങളിൽ അന്നു കേട്ടിരുന്ന പൂവിളികളും തുമ്പിപ്പാട്ടുകളുമില്ല. ഒത്തുചേരലിന്റെ ആഹ്ലാദ ആരവങ്ങളില്ല. വീടുകളിൽ ഒതുങ്ങിയ ഓണം. ഓണക്കളികളും ഓണവിനോദങ്ങളും ഒന്നുമില്ല. വീട്ടിലെ പരിമിതിക്കുള്ളിലുള്ള ആഘോഷങ്ങൾ മാത്രം. കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ തന്നെയാണ് ഇത്തവണയും നമ്മുടെ ഓണം. കാണം വിറ്റും ഓണമുണണമെന്ന് പറഞ്ഞ മലയാള മണ്ണിൽ ഇല്ലായ്മയുടെ നൊമ്പരങ്ങളിലും വറുതിയുടെ കണ്ണുനീരിലും ഒരു മഹാവിപത്തിന്റെ ഭീതിയിലാണ്. എന്നിരുന്നാലും മലയാളികൾക്ക് ഓണം എന്നത് മറക്കാനാകാത്ത ഒരു മാസ്മരിക അനുഭൂതിയാണ്. ധർമ്മവും നീതിയും വെടിയാതെ നാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാബലി. എന്നിട്ട് പോലും അദ്ദേഹത്തിന് വാമന രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണുവിന്റെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. തങ്ങളുടെ ചക്രവർത്തിയുടെ മടങ്ങിവരവിനെ ആഘോഷിക്കുന്ന ദിനം കൂടിയാണ് കേരളീയർക്ക് ഓണം. നാം വായിച്ചും കേട്ടുമറിഞ്ഞിട്ടുള്ള ഏതൊരു ഇതിഹാസ കഥകളും അതിന് പിന്നിലുള്ള ആഘോഷങ്ങളുമെല്ലാം നമുക്ക് മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നത് തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തിന്റെ കഥകളാണ്. ഈ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റ് ഇതിഹാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓണം എന്ന ആഘോഷം സവിശേഷമായ ഒരു കാരണത്തെ നമുക്ക് മുൻപിൽ പ്രതിഫലിപ്പിക്കുന്നു. അതൊരിക്കലും തിന്മയെ പരാജയപ്പെടുത്തിയതിന്റെ ആഘോഷമായിരുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് നന്മ, എന്താണ് തിന്മ എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണം. വിജയത്തെയോ അല്ലെങ്കിൽ പരാജയത്തെയോ സൂചിപ്പിക്കുന്ന ഒന്നല്ലിത്. ഈ ലോകത്ത് ഒന്നും തന്നെ ആരുടെയുമല്ല എന്ന അഗാധമായ സത്യത്തെ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. പുതിയ പ്രതീക്ഷകളാണ് ഓരോ ഓണനാളും നമുക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നത്. അടുത്ത വർഷമെങ്കിലും കോവിഡ് എന്ന ഭീതിയിൽ നിന്നും മുക്തരായി പഴയ ആർഭാടത്തോടെ ഓണം ആഘോഷിക്കാമെന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും 1000 തിരുവോണാശംസകൾ. താങ്ക് യു ദിയ മനോജ്. Now come along, let's have a change. Devika Jayakumar is going to present a dance performance. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ Sapamagata kita tadi midirana. Sapamagata kita tadi midirana. Sa rigatta bari rigarini sa rigatta bari. Sapamaga mama ga mama ga mama ga mama ga paga gari sanisa gari sanisa. Don't test me ante. Say yeah yeah yeah. Takita tadi midirana. Karisa, karisa, karisa. Karigaza, sa karigaza, sa karigaza. C'est comme ça, ma chérie, la 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 la. Karisa, 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 riva badani, riva badisa.
Wow, that was quite a captivating performance. Now let's listen to Akul for more information on Onam. A warm greetings to one and all present here. Respected Reverend Brother Joseph Thomas, teachers and my dear friends. Today I have been given the privilege to speak a few words on Onam. Onam is the harvest festival of Kerala and it falls in the month of August-September annually. In the Malayalam calendar, Onam falls in the month of Chingam. It is celebrated for 10 days across the globe by Malayalis and Keralites regardless of their gender, caste or creed. Onam signifies the homecoming of the mythical demon king Mahabali, who was known for his generosity and kindness. The 10 days of Onam are called Attam, Chitira, Chodi, Vishagam, Aniyam, Triketa, Moolam, Puradam, Uttradam and Tiruvonam, and each one of these days has its own significance. These 10 days turn out to be the most delightful days for the people in Kerala, as it is marked by various games and fun activities like dances, snake boat race, tug of war and whatnot. To witness these enthusiastic celebrations taking place in Kerala, tourists from all around the globe line up in Kerala. As a mark of inviting their generous king home, people make pookalams in front of their houses with bright and beautiful flowers for these 10 days. All the family members and friends all come together to celebrate this festival in a grand way with great enthusiasm. Onam is also the time when many famous snake boat races take place in Kerala. It is also known as Vallam Kali. Aranmula boat race, Nehru Trophy boat race, etc. are all organized in their grandeur and have earned international acclaim. Pookalams and Vallam Kali are not the only attraction of this festival. Pulikali is also a common sight during Onam. In this, performers paint their bodies to resemble tigers and they dance. This is a very popular event in Thrissur. Tiruvathiragali or Kaigoti Kali is a unique dance for women in which they form groups of up to 8 to 10 and dance in a circle wearing their traditional attire. On the 10th and last day, a very lavish meal called Onam Sadhya is prepared in every household and it is served on banana leaves. Of all the vast land that celebrates this festival, Thrikkakkara in Ernakulam stands out for the great enthusiasm with which it celebrates this festival. In schools and various other educational institutions, a wide range of fun activities are arranged for students and teachers alike. Whatever be the story behind this festival, it is clear that it is a mirror of our culture. It is a symbol of our grand legacy. As we are all aware of the present COVID-19 pandemic situation, all these large-scale celebrations were missing last year and some will also be missing this year too. The larger number of people will have to celebrate Onam in a small way indoors this year too. But the people must understand the present situation and celebrate it accordingly, even though they miss the 10-day long Onam celebration, which turns every town and village into a grand carnival. By saying this much, I would like to conclude my speech and I wish each and every one of you a very happy and safe Onam. Thank you. Thank you, Akul, for that informative, valuable speech. വള്ളംകളിയില്ലെങ്കിൽ പിന്നെ എന്തോണം? പൂവിളിയുടെ നാളുകളിൽ മലയാളികളുടെ സന്തോഷങ്ങളെ കടന്നു വരുന്ന ഒരു ആഘോഷമാണ് വള്ളംകളി. മണ്ണിലും വിണ്ണിലും മാത്രമല്ല, ഓളപ്പരപ്പിലും ഓണച്ചന്റെ നിറയ്ക്കുന്ന കാഴ്ച. ലോകത്തിന് മുന്നിൽ മലയാളത്തിന്റെ ഭംഗിക്ക് മാറ്റേകുന്നതും ഈ ആഘോഷം കൂടിയാണ്. വള്ളംകളിയില്ലെങ്കിലും നമുക്ക് ഈ വഞ്ചിപ്പാട്ടൊന്ന് ആസ്വദിക്കാം. ഓണനാളുകളിൽ വഞ്ചിപ്പാട്ടുമായി നോഹയും സംഘവും.
കുട്ടനാടൻ പുഞ്ചയിലേ കൊച്ചു പെണ്ണെ കൂയിലാളേ കുട്ട വേണം കുഴൽ വേണം കൂരാവ വേണം ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൂയിലാളെ കുട്ട വേണം കുഴൽ വേണം കൂരാവ വേണം ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ വരവേൽക്കാനാളു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ കറുത്ത ചിറകു വച്ച അരയന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ ദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതോ 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 Thank you, Noah and team. Good morning to all, teachers, students, staff, parents, and dear brother principal. Today we are here to celebrate Montfort School 2021 Onam celebration. As we celebrate Onam, we should be kind to others and spread happiness around us. Now, let's listen to the words of our dear principal, Reverend Brother Joseph Thomas. Dear staff members, students, and parents of Montfort School Anakara. മറ്റൊരു ഓണം നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ആദ്യമായി തന്നെ നിങ്ങളെല്ലാവർക്കും ഈ ഓണത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. We know Onam brings with it a lot of happiness and joy to all of us, especially in families. In Kerala, we celebrate Onam as a harvest festival. It is also a festival for the farmers. This festival is a joy for the families. They come together to celebrate and to enjoy the day. We also remember the rule of Mahabali, which was supposed to be one of the best in India in the yesteryears. That was a time when equality and brotherhood was at its peak. Everyone was cared for and everyone had everything to live with. Every Onam brings us this message that we should look after our brethren along with ourselves. It calls for sharing, caring and loving each other.
especially in this time of COVID-19, where many are affected with this sickness and they are suffering innumerable problems at home and outside. Economically, many people are down. So let this Onam make each one of us to extend a helping hand to our neighbors. Onam is a time also we appreciate the good work done by the farmers in Kerala. We thank God for the gift of farmers and for the agricultural products that they produce in their fields. We cannot live without food, and it's a time to honor the agriculturists, the farmers, for producing materials for us to survive in this world. We shall also think of their difficulties and problems. Today, many are leaving the agricultural profession and going after other jobs. Why? The return from the agriculture is not enough for sustaining a good family life and a happy life. The government has to come in with better prices for the products of the farmers. Also, there is no guarantee for their work. When natural calamities affect, nobody is there to look after them. Better insurance facilities should be extended to the farmer for living a good life. In the yesteryears, the economic standard of the agriculturists and the salaried people used to be on a par. Today, it is different. However they work hard, they are not able to make enough wealth for their survival. Some thinking has to go into this. There should be some kind of a leveling between the salaried people and the agriculturists. As we celebrate this Onam today, let us remember the difficulties and problems that are faced by the farmers in day-to-day life. We shall stand in support to them. We shall expect the government to do all that is possible to look after the various needs of the farmers. Once again, I extend my heartiest wishes to all of you. Let you have a joyful, happy, and peaceful celebration at home. That those who are affected by COVID-19 be cared for and come out of this sickness, become part of your family and enjoy the family life. May the blessings of the Lord Almighty be on you and on your family members. May our country, our state, Kerala, especially be blessed by the Lord Almighty. Let me take this opportunity to appreciate and congratulate the class teachers of Standard 10 and the students who participated in various programs. I also thank and appreciate the work done by Mr. Rajesh and Emmanuel for bringing out this short video. My sincere appreciation and thanks to Mr. Romi for giving empirically apt and socially relevant Onam message for this year 2021. My gratitude to all the brothers in the community, Brother Ignatius, our spiritual father, Brother M.P. John, Brother K.J. Sebastian, and Brother Prakash for their prayers and continued support. I also extend my greetings once again to all you students, staff, and parents. May you have a wonderful time at home. May there be happiness, sharing, caring, and generosity everywhere. Let truth and genuineness be spread in all our lives. We shall become people with honesty and integrity.
wish you all a very pleasant, sumptuous, happy Onam. God bless you. Thank you. Thank you, dear brother, for your valuable words. Let me invite Lyle K. Manoj to propose the word of thanks. Good morning to one and all present here. Honorable Principal, Brother Joseph Thomas, Vice Principal, Mrs. Regina Fenn, respected teachers, parents, and my dear friends. It's my privilege to propose the vote of thanks on the occasion of Kerala's own celebration, Onam. Onam brings together a multitude of colors and flavors from across God's own country, and the celebration reaches to the climax of the auspicious day, Thiruvonam. Onam brings together communities across the landscape, and that is heard across the planet. Households are decorated with floral carpets known as Pookalam. Traditional arts, art forms, and games are seen everywhere. Houses are cleaned and well maintained. Everyone can see rich elaborated feast. The Onasadhya served every single home with the feast ending with a delicious Kerala dessert, Paisam, which ensure that the message of oneness and good is spread far and wide. Moving on to responsibility and astronomy, on behalf of Class 10th, I extend a very sincere thanks to all for gracing this occasion with your presence. I must mention our deep sense of appreciation for our dearest principal, Brother Joseph Thomas, who has always been a pillar of support. His motivation and vision led our school to greater heights. Thank you, brother. And even like this cannot happen overnight. The wheels started rolling weeks ago. It required planning and a bird's eye of details. We have been enough supported by a team of very motivated and dedicated teachers of Class 10. Thank you, teachers, for your valuable support. I take this opportunity to thank all the parents present in this celebration. Thank you, parents, for spending your valuable time with us. I extend my gratitude to all teaching and non-teaching staffs of Montfortian family. Your guidance led us. Thank you, teachers. Last but not the least, you, the shining stars of Montfort. Without you, it's not a celebration. Thank you, friends, for your active participation. I cannot thank everyone enough though for their involvement and their willingness to take part on the celebration beyond their comfort zones. Thanking you all, I would like to conclude by saying that Onam is not just a festival to cherish, but to recognize the past prosperity and goodness. May God bless you and your family and fill your homes with lights and colors of Onam happiness. Once again, wishing you all a happy Onam. I, Lyle K. Manoj, take leave of you. Thank you. Thank you, Lyle. നിറപറയും നിലവിളക്കം വെച്ച് പൂക്കളമൊരുക്കി നന്മകളുടെ നല്ല നാളുകളുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അടുത്ത വർഷം സ്കൂൾ അങ്കണത്തിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമൊപ്പം വടംവലിയുടെ ആവേശവും അത്തപ്പൂക്കളത്തിന്റെ മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട് കൈകോർത്തു പിടിച്ച് ആർപ്പവിളിയുമായി ഓണപ്പായസം രുചിച്ചും നടന്നു നീങ്ങുവാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെ മാവലി തമ്പുരാനെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Our cultural fest has come to an end now. I thank you all on behalf of this institution for spending your valuable time here to encourage young minds.